പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓരോ മാസത്തിൻ്റെ തുടക്കത്തിലും റേഷൻ ആനുകൂല്യങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. റേഷൻ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ ഉടനെ അങ്ങ് സാധ്യതയില്ല. കാരണം ഈ ഒരു മഞ്ഞ കാർഡ് ലിസ്റ്റിൽപ്പെട്ട വളരെയധികം ആളുകൾ അല്ലെങ്കിൽ പിങ്ക് കാർഡിൽപ്പെട്ട വളരെയധികം ആളുകൾ മറ്റ് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് ഉള്ള ഒരു ബാധ്യത ഉള്ള ആളുകളാണ്. പക്ഷേ അവരത് മാറാനും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് പല സമയത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസംബർ മാസം കഴിഞ്ഞ് അടുത്ത ജനുവരി മാസം ആയപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്കൊക്കെ സാധാരണ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ ലഭ്യമാകും. സാധാരണ ഒരു എന്തൊക്കെയാണോ ലഭിക്കുന്നത് അത് തന്നെയാണ് ലഭിക്കുക. പക്ഷേ നീല കാർഡിനും അതുപോലെ തന്നെ വെള്ള കാർഡിനും ചെറിയ ആനുകൂല്യ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം മഞ്ഞ കാർഡിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേക്കുക. നമുക്ക് നോക്കാം. മഞ്ഞക്കാർഡിൽ ലഭിക്കുന്നത് സാധാരണ 30 കിലോ അരി, 3 കിലോ ഗോതമ്പ് സൗജന്യമായിട്ട്, 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ആയിരിക്കും ലഭിക്കുക. അതിൽ മാറ്റമൊന്നുമില്ല. ഇത് കൂടാതെ തന്നെ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ തന്നെയായിരിക്കും ലഭിക്കുക. അതിനും നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അടുത്തായിട്ട് പൊതുവിഭാഗം സബ്സിഡി കാർഡ്, അതായത് നീല കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഓരോ അംഗത്തിന് 2 കിലോ അരി വീതം 4 രൂപ നിരക്കിൽ സാധാരണ രീതിയിൽ തന്നെ. ഇത് കൂടാതെ അധിക വിഹിതമായിട്ട് 3 കിലോ അരി ലഭിക്കുന്നുണ്ട് 10 രൂപ 90 പൈസ നിരക്കിൽ. അത് നീല കാർഡ് ഉടമകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്നു, ക്രിസ്മസിനോടൊക്കെ അനുമതി ലഭിച്ചിരുന്നു. അത് തന്നെ അധിക വിഹിതമായിട്ട് ഒരു 3 കിലോ കൂടി ലഭിക്കും. അത് എന്തിനാണ് ഈ ഒരു 3 കിലോ മാത്രം വാരിക്കോരി കൊടുക്കുന്നത് എന്നറിയത്തില്ല. കാരണം മറ്റ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുമ്പോൾ സബ്സിഡി കാർഡ് ആണെങ്കിൽ പോലും നീല കാർഡിന് ലഭിക്കുന്ന 3 കിലോ അരിയാണ്. ഇതിനേക്കാളും ശോചനീയമായിട്ടുള്ളതാണ് വെള്ള കാർഡ് ഉടമകളുടെ അവസ്ഥ. കാരണം അതിൽ വലിയൊരു ശതമാനം ആളുകൾ മുൻഗണനാ കാർഡിന് അർഹതയുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് പുതിയ കാർഡ് വാങ്ങിച്ച് അപേക്ഷ വെച്ച് പുതിയ കാർഡ് കിട്ടുമ്പോൾ അവർക്ക് വെള്ള കാർഡേ കിട്ടുകയുള്ളൂ. അതിനുശേഷം ഒഴിവ് വരുന്നതനുസരിച്ചാണ് ഇതിലേക്ക് മാറ്റുന്നത്. ഇതിൽ വെള്ള കാർഡ് ലിസ്റ്റിൽ ആളുകൾക്ക് കാർഡിൽ 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. 6 കിലോ അരിയാണ് വെള്ളക്കാർഡിൽ ലഭിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും വെള്ളക്കാർഡ് ഉടമകളുടെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അത് നമുക്കറിയാം, ഒരു കാർഡ് എടുക്കുന്നു, പുതിയ കാർഡ് വെള്ള കാർഡ് കിട്ടുന്നു, അവരുടെ വീട്ടിൽ 3-4 അംഗങ്ങളുണ്ടാവും. അവർ ഈ മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആയിരിക്കും പല വിധത്തിൽപ്പെട്ട ആളുകളും. അത് കൂടുതൽ ആളുകളും അത് വെള്ളക്കാർഡിന് അവകാശമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വെള്ളക്കാർഡ് മാത്രം കൈവശം വെക്കാൻ അർഹതയുള്ള ആളുകളാണ്. പക്ഷേ വെള്ളക്കാർഡല്ല, മഞ്ഞ പിങ്ക് കാർഡിലേക്ക് അർഹതയുള്ള അവരുടെ കാര്യമാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു 6 കിലോ അരി കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റുകളിൽ പോലും ഇത് നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കും. വിപണികളിൽ പോലും മാർക്കറ്റുകളിൽ പോലും വലിയ രീതിയിൽ ജനങ്ങളെത്താത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു 6 കിലോ അരി കൊണ്ട് എങ്ങനെ ഒരു മാസം തള്ളിത്തേക്ക്? ഒരു 4 അംഗ കുടുംബത്തിന് 6 കിലോ അരി ഒരു മാസത്തേക്ക് മതിയാവുമോ? സാധാരണക്കാരന് വേണ്ടിയുള്ള റേഷൻ വിതരണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് കൂടുതലായിട്ടുള്ള വിഹിതങ്ങൾ കിട്ടണം. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതിന് മാത്രമായിട്ടോ ഈ ഒരു ആനുകൂല്യങ്ങൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ യാതൊരു കാരണവശാലും ഒതുങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും കഴിവുള്ളവൻ അവൻ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ച് ദീർഘകാലം മറ്റുള്ളവരുടെ ചോറിനകത്ത് കൈയിട്ട് വാരി പിച്ച് നിന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കും. ഈ സാധാരണക്കാരൻ വീണ്ടും ആ പഴയൊരവസ്ഥയിൽ തന്നെ തുടരും. അപ്പോൾ ഇത്രയുമാണ് റേഷൻ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് പറയണ്ട എന്ന് ഓർത്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പറയാതിരിക്കാൻ നേരമില്ല. കാരണം ഈ മഞ്ഞ പിങ്ക് കാർഡിലൊക്കെ പെട്ട ആളുകൾ പലരും റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും വിപണിയിൽ മറച്ചു വിൽക്കുന്നുണ്ട്. വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പല ആളുകൾ ഇത് നമ്മളോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള വിപണിയിൽ മറിച്ച് വിറ്റ് അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. ഇതുകൂടാതെ തന്നെ NBI കാർഡ്, അതായത് പൊതുവിഭാഗ സ്ഥാപനങ്ങൾക്ക് 2 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നത്. അതും അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.